ഐശ്വര്യ റായ്ക്ക് പിന്നാലെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച അഭിഷേക് ബച്ചനും സ്വകാര്യത സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത്. ചിത്രങ്ങളടക്കം ദുരുപയോഗം ചെയ്തുവെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ ഹർജി പരിഗണിക്കുകയുമാണ്. അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, ഇക്കാലത്ത് അവതാർ ഉപയോഗിച്ചുകൊണ്ട് വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് അടക്കം ശബ്ദമടക്കം മോർഫ് ചെയ്ത് മോർഫല്ല നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിനെതിരെ അത്തരത്തിൽ ഗൗരവത്തിലൊരു ഹർജി കോടതിയിലേക്ക് വരുന്നത് ആദ്യമാണ്. ആ അർത്ഥത്തിൽ അത് നിർണായകമാണ് ഐശ്വര്യയുടെയും അഭിഷേകിന്റെയും ഹർജികൾ. അജീഷ്. ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. ഇന്നലെയാണ് ഐശ്വര്യ റായിയുടെ ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചത്. സമാനമായിട്ടുള്ള ഹർജി തന്നെയാണ് ഭർത്താവ് അഭിഷേക് ബച്ചനും ഇന്ന് ഡൽഹി ഹൈക്കോടതി നൽകിയത്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദവും അടക്കം ചില വെബ്സൈറ്റുകൾ വാണിജ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. വെബ്സൈറ്റുകൾ മാത്രമല്ല, യൂട്യൂബ് ചാനലുകളും ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും മറ്റതിൽ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് ഈ ഹർജിയിൽ പറയുന്നത്. ഇത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നൽകിയത്. ഹർജിയിൽ വാദം കേട്ട കോടതി നിങ്ങൾ ഈ URL അത് നൽകി കഴിഞ്ഞാൽ നടപടിയെടുക്കാമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇന്നലെയും സമാനമായിട്ട് ഐശ്വര്യ റായ് ബച്ചന്റെയും ഹർജി പരിഗണിച്ച കോടതി ഏതാണ്ട് 151 URL നൽകാൻ വാദിഭാഗത്തോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അത് നൽകി അത് നീക്കം ചെയ്യണമെന്ന് ഗൂഗിളിനോട് ആവശ്യപ്പെടാമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു.